വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 1 മൂന്നാമത്തെ ചാപ്റ്റർ ലിറ്റിൽ തിങ്സ് മാറ്റർ ബൈ APJ അബ്ദുൽ കലാം. അത് നമ്മൾ മലയാളത്തിൽ ഓരോ വാക്കുകളും സെൻറ്റൻസും എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം കേട്ടോ. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ വീതം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മോട്ടിവേറ്റഡ് അബ്ദുൽ കലാം ടു ടേക്ക് ഓൺ ദ ന്യൂസ് പേപ്പർ ഡെലിവറി? ഈ ന്യൂസ് പേപ്പർ ഡെലിവറിക്ക് പോകാനായിട്ട് എന്താണ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തത്? ടു സാറ്റിസ്ഫൈ ഹിസ് ഡിസയർ ഫോർ അഡ്വഞ്ചർ. അദ്ദേഹത്തിന് അഡ്വഞ്ചറിന് പോകാൻ താല്പര്യമുള്ളത് കൊണ്ടായിരുന്നു. ടു ഫുൾഫിൽ എ സ്കൂൾ റിക്വയർമെൻറ്റ്. സ്കൂളിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ടു ഇംപ്രസ് ഹിസ് ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. അവൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും വേണ്ടിയായിരുന്നു. ഏതാണ് റൈറ്റ് ആൻസർ? യെസ്, ഡി ആണല്ലേ. ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് അബ്ദുൽ കലാം ഫേസ്ഡ് ആസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്? ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്ന കുട്ടിയായിരുന്നു അല്ലേ ആ സമയത്ത് അബ്ദുൽ കലാം. ആ സമയത്ത് അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഒന്ന്, ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്. ജോലിയും പഠനവും ഒന്നിച്ച് ബാലൻസ് ചെയ്യുക എന്നതായിരുന്നു പ്രശ്നം. രണ്ടാമത്തെ, ഇൽ ഹെൽത്ത്, അസുഖങ്ങളായിരുന്നു. 3, ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, പേപ്പർ വാങ്ങിച്ചിരുന്ന ആളുകൾക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ലേ. ഡി, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, വാഹനങ്ങളുടെ പരിമിതിയായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? എ ആണല്ലേ റൈറ്റ് ആൻസർ. ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്. ഒരു 8 വയസ്സുള്ള കുട്ടിയായിരുന്നു അല്ലേ ആ സമയത്ത്. ഹോംവർക്ക് ചെയ്യണം, ട്യൂഷൻ ചെയ്യണം, പ്രാർത്ഥനകളുടെ കാര്യമുണ്ട്, ന്യൂസ് പേപ്പറും ഡെലിവർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അത്ര കറക്റ്റായിട്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതായിരുന്നു അന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചാലഞ്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മേജർ ഇഫക്റ്റ് ഓൺ വേൾഡ് വാർ II ഓൺ കലാംസ് ഫാമിലി? 2ാം ലോക മഹായുദ്ധം എങ്ങനെയാണ് കലാമിൻ്റെ കുടുംബത്തെ ബാധിച്ചത്? ദ ലീവ്ഡ് ഇൻ ഫിയർ, അവർ ഭയത്തിലാണ് ജീവിച്ചത്. 2, ദ ഹാഡ് ടു റേഷൻ ഫുഡ്, അവർക്ക് പരിമിതമായ ഭക്ഷണമേ ലഭിച്ചിരുന്നുള്ളൂ. ഓപ്ഷൻ സി, ദ ലോസ്റ്റ് ദെയർ ഹൗസ്, അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. ഓപ്ഷൻ ഡി, ദ ലീവ്ഡ് ഇൻ എ റിലീഫ് ഷെൽട്ടർ, അവരൊരു ക്യാമ്പ് പോലെയുള്ള ഒരു ഷെൽട്ടറിലാണ് താമസിച്ചിരുന്നത്. ഇതിലേതാ അവർ അനുഭവിച്ച പ്രശ്നം? ദ ഹാഡ് ടു റേഷൻ ഫുഡ് അല്ലേ, ഫുഡിൽ അവർക്ക് പരിമിതികൾ സംഭവിച്ചു. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ഗുഡ്സ് അല്ലേ, ചരക്ക് റേഷൻ ചെയ്തു. ആ സമയത്ത് ഭക്ഷണം കിട്ടുക എന്നത് വളരെ കഷ്ടപ്പാടിലേക്ക് പോയി. പിന്നെ അമ്മയും ഗ്രാൻഡ് മദറും ഒക്കെ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഡിഡ് കലാം ഡെവലപ്പ് ബൈ ന്യൂസ് പേപ്പർ ഡെലിവറി? ഈ ന്യൂസ് പേപ്പർ കൊടുക്കുന്നത് വഴി അദ്ദേഹം ആർജിച്ചെടുത്ത പ്രത്യേക കഴിവ് എന്താ? പല കഴിവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഏതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. 2ാമത് ടെക്നിക്കൽ സ്കിൽ, ടെക്നോളജി പരമായ കാര്യങ്ങൾ പഠിച്ചു. സി, ടൈം മാനേജ്മെൻറ്റ്, സമയം മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു. ഡി, റീഡിംഗ് സ്കിൽ, നന്നായിട്ട് വായിക്കാൻ പഠിച്ചു. സത്യത്തിൽ ഇതെല്ലാം ശരിയാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും നല്ല ആൻസറാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അത് ടൈം മാനേജ്മെൻ്റ് ആണ്. ഓരോ സ്പോട്ടിലും ഏത് സമയത്ത് എത്തുമെന്ന് അദ്ദേഹം കറക്റ്റായിട്ട് പിന്നീട് പറയുമായിരുന്നു. അതോടെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ബി, റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടി സ്റ്റോറിയിലേക്ക് പോയി ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റുട്ടീൻ? ദിവസവും ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് കലാമിൻ്റെ അമ്മ സഹായിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, കലാംസ് മദർ വോക്കപ്പ് ഏർലി വിത്ത് ഹിം. വളരെ നേരത്തെ അമ്മയും എഴുന്നേൽക്കുമായിരുന്നു. മെയ്ഡ് ഷുവർ ഹി ഹാഡ് ഫുഡ് റെഡി, അത്രയും രാവിലെ തന്നെ അദ്ദേഹത്തിന് ഫുഡ് ലഭിച്ചിരുന്നു എന്ന് അമ്മ ഉറപ്പ് വരുത്തിയിരുന്നു. ആൻഡ് ഹെൽപ് ഹിം സ്റ്റേ പ്രിപ്പയർഡ് ഫോർ ഹിസ് ഡേ. ആ ഒരു ദിവസം മുഴുവൻ നന്നായി ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അമ്മ അവന് ചെയ്തു കൊടുത്തിരുന്നു. ഹെർ സപ്പോർട്ട് ഹെൽപ് ഹിം മെയിൻറ്റെയിൻ ഹിസ് റൂട്ടീൻ ഓഫ് പ്രേയേഴ്സ്, സ്കൂൾ ആൻഡ് ന്യൂസ് പേപ്പർ ഡെലിവറി. അമ്മയുടെ സഹായം ഉള്ളതുകൊണ്ടും കൂടിയാണ് കലാമിന് ഈ ന്യൂസ് പേപ്പർ ഡെലിവറി ആണെങ്കിലും പഠനമാണെങ്കിലും പ്രെയർ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത്. ഷീ പ്ലേഡ് എ ക്വയറ്റ് ബട്ട് ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽപ്പിംഗ് ഹിം ഗ്രോ ഇൻ ടു എ ഡിസിപ്ലിൻഡ് ചൈൽഡ്. അമ്മ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടൊന്നുമല്ല അല്ലേ സഹായം നടത്തിയിരുന്നത്, വളരെ ക്വയറ്റായ സഹായമായിരുന്നു. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ഈ ഡിസിപ്ലിൻ നിറഞ്ഞ ജീവിതത്തിന് വളരെ വളരെ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലാം ബാലൻസ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ പ്ലേയിങ് ഹിസ് പാർട്ട് ഇൻ എ വേ ദാറ്റ് ട്രൂലി മാറ്റേഡ് അല്ലേ. സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും വർക്കാണെങ്കിലും നല്ല രീതിയിൽ അദ്ദേഹം ബാലൻസ് ചെയ്തു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിംഗ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകളായി മാറുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ആൻസർ എഴുതാം. ചിൽഡ്രൻ ടേക്കിംഗ് അപ്പ് സ്മോൾ റെസ്പോൺസിബിലിറ്റീസ്
ഹെൽപ്സ് ദം ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവും അല്ലേ. സ്വന്തം കാര്യങ്ങളെങ്കിലും സ്വന്തം ചെയ്യാൻ പഠിക്കുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് നമുക്ക് വരില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഡിസിപ്ലിൻഡ്, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വരും. ആൻഡ് ഇമോഷണലി സ്ട്രോങ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയാതെ വിഷമിക്കാതെ അല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ നേരിടാൻ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ധൈര്യം വരും. ലൈക്ക് കലാമിനെ പോലെ വെൻ ചിൽഡ്രൻ കോൺട്രിബ്യൂട്ട് മീനിങ്ഫുള്ളി അറ്റ് ഹോം, കുടുംബത്തിലേക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, സഹായിക്കുമ്പോൾ, ദേ ലേൺ ലൈഫ് സ്കിൽസ് ഏർലി. ചെറുപ്പത്തിലെ തന്നെ ലൈഫ് സ്കിൽസ് പഠിക്കും അല്ലെ, എങ്ങനെ ഒരു ജീവിതത്തെ നേരിടണം എന്ന കാര്യം ചെറുപ്പത്തിൽ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങും. സച്ച് എസ് ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും അത്യാവശ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കുറവുള്ള കാര്യവും കൂടിയാണ് അല്ലേ, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം. ചില ആളുകൾ പറയും എനിക്ക് ഒരു ടൈമും ഇല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു സമയമില്ല എന്ന്. പക്ഷെ എല്ലാം ചെയ്യുന്ന കുട്ടിക്കും ഒന്നും ചെയ്യാത്ത കുട്ടിക്കും സെയിം സമയം തന്നെയല്ലേ ഉള്ളത്. അവർക്ക് എക്സ്ട്രാ ടൈമൊന്നും ഇല്ല അല്ലേ. എന്തിനാണ് ശരിക്കും അവരുടെ കഴിവ് വരുന്നത്, എങ്ങനെയാണ് ആ കിട്ടിയ ടൈം മാനേജ് ചെയ്യുന്നത് എന്നതിലാണ്. ടീം വർക്കൊക്കെ ചെറിയ കാലത്തിലേ പഠിക്കും. ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, എന്നാൽ ചെയ്യുന്ന ജോലി വെറുതെ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്ത് തീർത്താൽ മതിയോ, പോരാ. നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഹവർ, എന്നിരുന്നാലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദിസ് ഹാപ്പൻസ് ഇൻ എ സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ്. അതെ, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും വർക്കും സ്കൂളും കൂടി ബാലൻസ് ചെയ്യാനായിട്ട് കഴിയില്ല. വിത്തൗട്ട് എഫക്റ്റിംഗ് ദെയർ എഡ്യൂക്കേഷൻ ഓർ വെൽബീങ് അല്ലേ. അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ആരോഗ്യവും മാനസിക സ്ഥിതിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളും കൂടി കുട്ടികളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. വിത്ത് ദ റൈറ്റ് ബാലൻസ് ഇറ്റ് ക്യാൻ ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ദെയർ ഫ്യൂച്ചർ. നല്ല രീതിയിലാണ്, ബാലൻസ്ഡ് ആണ്. അല്ലാതെ വർക്ക് മാത്രമായി സ്കൂളിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ പഠനത്തിൽ വളരെ പുറകോട്ട് പോവുകയാണെങ്കിൽ അതിൽ കൊണ്ട് ഒരു ഗുണവുമില്ല അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലും അത് ബാലൻസ് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ ഭാവിയിലേക്ക് നല്ലൊരു അടിത്തറ ഇടാനായിട്ട് പറ്റും. ഫൗണ്ടേഷൻ ഫോർ ദെയർ ഫ്യൂച്ചർ. അതോടെ ലിറ്റിൽ തിങ്സ് മാറ്റർ ബൈ APJ അബ്ദുൽ കലാമിൻ്റെ ലെറ്റ്സ് റിവൈൻഡ് എന്ന സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. ചൂസ് ദ കറക്റ്റ് ആൻസറും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റീസുമായിട്ട് എത്രയും വേഗം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്